ആട്ടല്ല ആടാണ്. ആനക്കാമ്പയിലെ ഈ വെള്ളച്ചാട്ടത്തിലെ പാലത്തുമ്മക്കൂടെ ആര് പോന്നാലും അസറായില് കാത്തു നിൽക്കും ഈ കാഴ്ച കാണാനും. ഒപ്പം ലേക്കടിച്ചാണ്ട് കൂടിക്കോളി, മറ്റോർക്ക് വിട്ടുകൊടുക്കാൻ ഷെയറാണ് ചെയ്തോളി. ഒരു ഞായറാഴ്ച രാവിലെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് നമ്മളെ കൂട്ടാതെ ഒരു ടീം വെള്ളച്ചാട്ടത്തേക്ക് പോയി. നമ്മള് വിടോ, തൊട്ട് വേക്കിൽ അടുത്ത വണ്ടി എടുത്ത് ഞങ്ങളും വിട്ട്. മൂത്ത് പൗത്ത് 1 കിലോ മൈസൂർ പായും വാങ്ങി ഞങ്ങളും ഓരോട് പറയാതെ അവിടെ എത്തി. പള്ളേന്ന് കൊടല് പളപള മിന്നണ ഉച്ച നേരം. മൈസൂർ പായത്തുമ്മല് ഞങ്ങൾ ഓരോരുത്തരും പള്ളേ പൈപ്പ് കടിച്ചമർത്തി. നോക്കിയാൽ തന്നെ പേടിയാവണ ഈ പാലത്തുമ്മക്കൂടെ അക്കരെ കടക്കണം. സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് കടക്കാൻ കൗങ്ങിന്റെ അലകൊണ്ട് കെട്ടിണ്ടാക്കിയ ഈ പാലത്തുമ്മക്കൂടെ ചൊല്ലാളൊക്കെ ചൊല്ലി ഒരൊറ്റ കയറ്റം. അങ്ങനെ തൽക്കലുണ്ട് നമ്മളോട് പറയാതെ കുളിച്ചാൻ പോന്നെ ഒരുത്തനെ പാറക്കെട്ടിന്റെ ഇടയിൽ കൂടെ സൂം ചെയ്താണ്ട് കുടിച്ച്. ഇതാ നോക്കി, ചെറിയ കുട്ടികളെ പല്ല് നിൽക്കും പോലെയാണ് ഈ പാലത്തുമ്മലെ കമ്പി നിൽക്കുന്നത്. നെയ്മർ ജൂനിയറെ കുപ്പായിട്ട ഞാൻ വരെ ആടിപ്പോയി. ഞാൻ ആട്ടല്ലോ, പാലം തന്നാലെ ഞമ്മളെ ആട്ടും. താഴത്തേക്ക് നോക്കിയാല് സംഗതി തീരുമാനാവും. ഒന്നങ്ങട്ട് കാല് തെറ്റിയാല് താഴത്തുള്ള പാറക്കെട്ടുമ്പോ നമ്മളെ എല്ലിന്റെ എണ്ണും പല്ലിന്റെ എണ്ണും കൂടുന്ന കോലത്തിൽ അടിച്ചങ്ങട്ട് പോകും. അല്ലെങ്കിൽ ഈ കുത്തി ഒളിച്ചണ വെള്ളത്തിൽ ഞമ്മളും ഇങ്ങളും ഒലിച്ചങ്ങോട്ട് പോകും. രണ്ടാലൊന്നും ഉറപ്പാ. പക്ഷെ എന്താ വെള്ളത്തിന്റെ ഒരു ചൊറുക്ക് നോക്കി, ഈ പാറക്കെട്ടുകളെ ഒരു മജ നോക്കി. ഇവിടെ വന്നു നോക്കിയപ്പം നമ്മളെ മൈസൂർ പായ ഒന്നുമല്ല, ഇവര് നല്ല പോത്ത് വരട്ടിയതും പൊറാട്ടിയും വാങ്ങിന്. അതൊന്നും തോന ഉണ്ടായിട്ടല്ലോ, ഉള്ളതെന്ന് എല്ലാരും കൂടി കൈയിട്ട് വാരി വാരി വെച്ചിണതിന്റെ ഒരു ഫീല്. സൗദിയിലെ സുപ്ര വിരിച്ച് തിന്നാ കിട്ടുമോ പ്രവാസികളെ? നിങ്ങളൊന്ന് പറഞ്ഞൂടി. വെള്ളത്തിന്റെ പതപതപ്പ് നോക്കി, ലെങ്കല്ലേ ലെങ്കി മറിയല്ലേ, എന്തൊരു തെളിമുള്ള വെള്ളം. ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചാണ്ട് ഇറങ്ങി. പക്ഷേ വെള്ളത്തിന്റെ ഒഴുക്ക് അത് ഞമ്മളെ കൊണ്ടങ്ങോട്ട് പോകട്ടോ. ഇതാ അങ്ങോട്ട് നോക്കി, രണ്ടെണ്ണം പോയത് ഓൻ പിടിച്ചില്ലെങ്കിൽ അവസ്ഥ എന്താ? ഒപ്പത്തിനൊപ്പം പോകുന്ന ഞമ്മളൊപ്പം തിരിച്ചു പോവാന് ഒരുത്തനില്ലാതെ നമ്മൾ നാട്ടിക്ക് ചെന്നാലുള്ള അവസ്ഥ എന്താവും? ഒന്നും ആലോചിക്കാൻ കഴിയൂല. അതുകൊണ്ട് അങ്ങനത്തെ സാഹസികത്തിനൊന്നും നിൽക്കണ്ട. ഓനെ പിടിച്ചു കയറ്റാൻ പോയ ഞാൻ വിട്ട് പാറക്കെട്ടുമ്പോ കൂടെ അപ്പുറം ചാടി പാലത്തുമ്പോ കൂടെ കയറി പോയേണ്ട അവസ്ഥ വന്ന്. ഇതാണ് അവസ്ഥ. വെള്ളത്തിന്റെ തണുപ്പും വെള്ളത്തിന്റെ വൃത്തിയും ഒരു രക്ഷയില്ല. ഒരു ഉറുപ്പ്യ ചെലവില്ലാതെ എത്ര നേരം വേണമെങ്കിലും മേലൊന്നാകെ തണുപ്പിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നെയ്മറൊക്കെ ഇവിടെ വന്ന് കുളിച്ചിനെന്ന് പറയണ്ട, ഇത് പാണാളി ജുനൈസ് എന്ന് പറഞ്ഞ ഞാനാണ്. ഞാൻ കുളിച്ച സ്ഥലമാണെന്ന് പറഞ്ഞോണ്ടി തല തോർത്തുമ്പോ ബാക്കിയുള്ള പൊറാട്ടയും ബീഫും ഇവൻ പിന്നി വന്നിരുന്ന് തിന്നത് കണ്ടില്ലേ? അതും ഒരു വൈബാണ്. ഒന്ന് കുളിച്ചിട്ട് പിന്നി വന്നിരുന്ന് തിന്ന. ഒരു കൂട്ടര് കല്ലെടുത്ത് രാവിലത്തെ ജിം വർക്കൗട്ട് ഇവിടെ വെച്ച് ചെയ്യുന്നുണ്ട്, പോസ് ചെയ്യുന്നുണ്ട്. മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാല് പണി കിട്ടും. മലയില് മഴ പെയ്താല് മലയിന്ന് വെള്ളം കെട്ട് വന്ന് വെള്ളം ഇവിടെ അങ്ങോട്ട് പൊന്തും. എപ്പോഴാ പൊന്തുക എത്ര പൊന്തുക എന്നൊന്നും ഒരു ഐഡിയയും കിട്ടൂല. അതുകൊണ്ട് തടി സലാമത്താക്കാനുള്ള നേരായിരുന്നു തോന്നി. ഈ പാറക്കെട്ടുകളൊക്കെ വെള്ളം കൊണ്ട് അങ്ങോട്ട് മൂടും. ഏത് നിമിഷവും വെള്ളം പൊന്തും. ഇത് അങ്ങനെ ഒരു സ്ഥലമാണ്. ഒരുവിധം വെള്ളച്ചാട്ടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ, കരുതണം. ഏതായാലും കടക്കാനുള്ള കടമ്പകളൊക്കെ കടന്നു തന്നെ പോകണമെന്ന് പറഞ്ഞ മാതിരി ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി ഈ പാലം കടക്കാൻ തുടങ്ങി. അപ്പോഴും ആൾക്കാർ എമ്പാടും ഇങ്ങോട്ട് വരുന്നുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടാൻ തുടങ്ങി. കാല് മെല്ലെ മെല്ലെ മുന്നിക്ക് വെക്കും തോറും പേടി കൂടാൻ തുടങ്ങി. സത്യത്തിൽ ഇതൊരു അഡ്വഞ്ചർ വൈബാണെങ്കിലും ജീവൻ പണയം വെച്ചുള്ള ഒരൊന്നൊന്നര കളിയാണ് കേട്ടോ ഈ പാലം. അതുകൊണ്ട് 4 നില ബിൽഡിങ്ങിന്റെ ഉയരത്തിന്റെ ഈരുള്ള ചെരുപ്പിടുന്ന കെട്ടിയോളിയും മൂക്കൊൽപ്പിച്ച് നടക്കുന്ന കുട്ടികളെയും കൊണ്ടൊന്നും ഇങ്ങോട്ട് കുളിച്ചാൻ വരണ്ട. ഫാമിലിക്ക് പറ്റിയ സ്ഥലം അല്ലാന്ന് പറഞ്ഞാല് അല്ലത്. ഈ പാലം ഒന്നും കൂടി സേഫ് ആക്കിയാല് വലിയൊരു അടപകം നമുക്ക് മുൻകൂട്ടി ഒഴിവാക്കാൻ പറ്റും. ഈ പേരും പറഞ്ഞ് ഇവിടെ ആരും പ്ലാസ്റ്റിക് നിക്ഷേപിക്കാനോ വനത്തില് അനധികൃതമായി കേറി എന്തെങ്കിലും ചെയ്യാനോ നിൽക്കരുത്. അതൊക്കെ നിയമപരമായിട്ട് ശിക്ഷാർഹമാണ്. നല്ലൊരു കിടുക്കാച്ചി മഴ വരുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിക്ക് വണ്ടി വിടാണ്. ഗ്രാമപ്രദേശത്ത് കൂടെയുള്ള ഈ കോട മൂടിയ യാത്ര അതും രസമാണ് കേട്ടോ. റോഡ് കുറച്ച് മോശമാണ്, പക്ഷെ നല്ല ഗുമ്മ് റോഡ് വരുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തുനിന്നും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നേരത്തെ കാണാൻ ഒപ്പം കൂടിക്കോളി. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്തോളി. പിന്നെ അടവകം പിടിച്ച സ്ഥലമാണ്. ഞാൻ പറഞ്ഞതിന് വരാൻ നിൽക്കണ്ട. ഫാമിലിനായിട്ട് തീരെ വരണ്ട. അവനാന്റെ തടി അവനാൻ കാത്താൽ കുറച്ചു കാലം കൂടി ഈ പാറക്കെട്ടുകളുടെ ഇടയിലൊക്കെ ജീവിച്ച